രാജഗോപാലിന്റെ ഒരു വ്യക്തിപ്രഭാവം അവിടെ പ്രതിഫലിച്ചിട്ടുണ്ടാവില്ല. എന്ന് ഒ രാജഗോപാൽ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് 2014 അല്ലേ? 15,000 വോട്ടിന് തോറ്റു എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലത്തിലെ ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ലും ലീഡ് നേടുവാൻ അന്ന് BJP കഴിഞ്ഞു 2014. പക്ഷെ മറ്റുള്ള 3 മണ്ഡലങ്ങളിലെ അത്ഭുതകരമായ ലീഡാണ് തരൂരിനെ വിജയിപ്പിച്ചത്. അപ്പോൾ 2014 കമ്പയർ ചെയ്യുമ്പോൾ ആ 3 മണ്ഡലങ്ങൾ അവിടെ നിൽക്കുകയാണ്. അതായത് കോവളം, നെയ്യാറ്റിൻകര, പാറശാല എന്നീ 3 മണ്ഡലങ്ങൾ അവിടെ നിൽക്കുകയാണ്. അവിടെ ഈ രാജഗോപാലിന് പോലും സാധിക്കാത്ത ഒരു കരിസ്മ അത് രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുമോ? അവസാന നിമിഷവും അത് തന്നെയാണല്ലോ ചർച്ചയിൽ വരുന്നത്. ഈ 3 മണ്ഡലങ്ങളിൽ എങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന് തരൂരിനെ മറികടക്കാൻ കഴിയും? നമ്മൾ നോക്കിയാൽ 2014 BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിയലൈസേഷൻ ആയിരുന്നു. അല്ലാതെ ആ രീതിയിലത്തേക്ക് 3 മണ്ഡലങ്ങളിൽ മൂന്നാമത് പോകും എന്നവർ ചിന്തിച്ചിട്ടുണ്ടല്ലോ. അവിടെ 4 മണ്ഡലങ്ങളിൽ ഒന്നാമതും 3 മണ്ഡലങ്ങളിൽ മൂന്നാമതുമായി പോവുകയാണ്. നേരെ മറിച്ച് അവിടെ എവിടെയെങ്കിലും 1-2 സ്ഥലങ്ങളിൽ രണ്ടാമതെങ്കിലും വന്നിരുന്നെങ്കിൽ ഇതൊരു പക്ഷേ കവർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ ഭൂരിപക്ഷം വരിക എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിന് വരാമായിരുന്നു. അത് നടന്നില്ല. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അന്നതൊരു റിയലൈസേഷനാണ്. നമുക്ക് ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ നടന്നില്ല എന്ന രീതിയിൽ. 2019 വരുമ്പോൾ വളരെ തിടുക്കത്തിൽ പെട്ടെന്നൊരു സ്ഥാനാർത്ഥി വരുന്നു. അദ്ദേഹം ഗവർണറൊക്കെ ആയിരുന്ന സമയമാണ്. പെട്ടെന്ന് സ്ഥാനാർത്ഥി വരുന്നു, ആൾക്കാർക്കൊരു ആശയക്കുഴപ്പം, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. ഒറ്റ മണ്ഡലത്തിൽ ഇപ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് BJPക്ക് ലീഡ് നേടാൻ കഴിയും. കുമ്മനത്തിന് ലീഡ് നിയമത്ത് മാത്രം. അപ്പോൾ പിന്നീട് ഇപ്പോൾ 2024 വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരിക്കുന്ന റിസൾട്ട് അതിലെവിടെയാണ് ഹിറ്റ് ഉണ്ടായത്, എവിടെയാണ് മിസ് ഉണ്ടായത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ അവർക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ആൾക്കാർ വളരെ സ്റ്റാറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, സ്റ്റാറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ക്യാമ്പയിലൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ 3 മണ്ഡലങ്ങളിൽ പിന്നിൽ പോയി. അതുകൊണ്ട് തന്നെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ നടത്തുന്നുണ്ട്. അവരുടേതായിട്ടുള്ള പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന പോലെ ഈ മുതലപ്പൊഴി പോലെയുള്ള വിഷയങ്ങൾ, തിരുവനന്തപുരത്തിൻ്റെതായിട്ടുള്ള കുറേയധികം വിഷയങ്ങൾ, പൊഴിയൂർ, ഇങ്ങനെ കുറേയധികം ഒരുപാട് വിഷയങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിന്മേലാണ് രാജീവ് ചന്ദ്രശേഖർ പ്രചാരണം നടത്തിയത്. പക്ഷേ ഈ തീരദേശ മേഖല എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ ഉറച്ചൊരു ബെൽറ്റാണ്. അവിടെ ഇപ്പോൾ LDFന് വോട്ടുകൾ ഉള്ളത് ഈ അവസാന നിമിഷം ആരാണ് ഇപ്പോൾ എങ്ങാനും BJP ജയിച്ചു പോകുമോ എന്നുള്ള ഒരു ആശങ്കയിൽ തിരിച്ച് ശശി തരൂരിന് കിട്ടാറുണ്ട് ആ വോട്ടുകൾ. ശരിയാണല്ലോ, 2014 കിട്ടിയിട്ടുണ്ട്, 19 കിട്ടിയിട്ടുണ്ട്. അത് N ബ്ലോക്കായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് സാഹചര്യം തീരദേശ മേഖലയിൽ ഈ വോട്ടേഴ്സിന്റെ മനസ്സിലേക്ക് കടന്നു ചെന്ന് കൊണ്ടുവരാനായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദ്യമുണ്ടല്ലോ. അല്ല, ഇത് തീരദേശ മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായി തീരദേശവുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു വൊക്കേഷണലായിട്ടുള്ള ഒരു കാര്യത്തിനെ നേരിട്ട് സഹായിക്കുന്ന രീതിയിലത്തേക്കുള്ള പദ്ധതികൾ മാത്രമല്ല അവിടെ പറയുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നെയ്യാറ്റിൻകരയിൽ എയിംസ് കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ എയിംസ് എന്ന് പറയുന്നത് തീരദേശ മേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, തിരുവനന്തപുരത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അങ്ങനെ ആവശ്യമുള്ള ഒരു കാര്യത്തിനെ കൊണ്ടുവരാനായിട്ട് ഒരു സർക്കാരിന് കഴിയുമെങ്കിൽ അത് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത് ഒരു തീരദേശ മേഖലയിലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ്. എന്ന് വെച്ചാൽ നേരിട്ട് ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഒക്കെ കിടക്കുന്ന ആൾക്കാരെ മാത്രമല്ലാതെ ആ ഒരു ഏരിയയിലുള്ള മൊത്തം ഒരു സമസ്ത വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള നിലപാടുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം, അതൊരു പ്രതീതി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാജ്യം. പക്ഷെ അവിടെ ഈ തീരദേശ മേഖലയിലൊക്കെ ഒരു യോജിപ്പിന്റെ ഒരു അന്തരീക്ഷമാണല്ലോ ഉള്ളത് അല്ലേ? അതൊരു ഇപ്പോൾ സഭയുടെ കാര്യമാണെങ്കിൽ ആ സഭയെ കയ്യിലെടുക്കണം, അത്തരത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങൾ അത് തരൂരിന് കഴിഞ്ഞ 3 തവണയും സാധിച്ചിട്ടുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ് അല്ലേ? ഇപ്പോൾ ലത്തീൻ സഭയുടെ കാര്യത്തിലാണെങ്കിലും അതുണ്ട്. ഇപ്പോൾ CSI സഭയുടെ അല്ലേ, ഇപ്പോൾ നാടാർ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ BJP മൂന്നാമത് ഈ പറഞ്ഞ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ പോകുന്നത്. നേമത്തിൽ, കോവളത്തും, നെയ്യാറ്റിൻകരയിലും പാറശാലയിലും. അത് നേമത്ത് വലിയ ഭൂരിപക്ഷത്തിന് BJP മുന്നിൽ പോകാറുണ്ട്. പക്ഷെ അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് കാരണം ഈ നാടാർ വോട്ടുകൾ നിർണായകമായ ഒന്നാണ്. അതിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് BJPക്ക് രാജീവ് ചന്ദ്രശേഖറിന് എങ്ങനെ സാധിക്കും? താങ്കൾ ആ സഭയുമായിട്ട് അവരെ നന്നായിട്ട് വിലയിരുത്തുന്ന ഒരാളാണല്ലോ അല്ലേ? ഇത് മനസ്സിലാക്കണമെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന വൈവിധ്യം മനസ്സിലാക്കണം. അവിടെ നഗര മണ്ഡലങ്ങളെന്ന് പറയാൻ 3 മണ്ഡലങ്ങളാണ്, അല്ലെങ്കിൽ 4 മണ്ഡലങ്ങളുണ്ടാകും. നേമം, തിരുവനന്തപുരം, അതുപോലെ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഇതെല്ലാം നഗരമണ്ഡലങ്ങളാണ്. എന്നാൽ അതിന് പുറത്ത് തിരുവനന്തപുരം നഗരത്തിന് തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, തെക്കും പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന ലത്തീൻ കത്തോലിക്കർക്ക് നിർണായക സാന്നിധ്യമുള്ള കോവളം മണ്ഡലം, അതുപോലെ പാറശാല മണ്ഡലം, അതുപോലെ നെയ്യാറ്റിൻകര മണ്ഡലം, നാടാർ കമ്മ്യൂണിറ്റിക്ക് ഉൾപ്പെടെ പാറശാലയിലും നെയ്യാറ്റിൻകരയിലും നിർണായക സ്വാധീനമുണ്ട്, കോവളത്തൊരു പരിധി വരെ. ഈ 2 സമുദായ വോട്ടുകൾ വളരെ നിർണായകമാണ്.
ഈ സമുദായ വോട്ടുകളുടെ ബലത്തിൽ തന്നെയാണ് കാലാകാലങ്ങളിൽ കോൺഗ്രസ് കാൻഡിഡേറ്റ്സ് ജയിച്ചിരുന്നത്. അത് ചാൾസിന്റെ കാലത്ത് എ ചാൾസ്, 90കളിൽ എ ചാൾസ്, അതിനു മുൻപ് നീലലോഹിതദാസൻ നാടാർ മത്സരിക്കുന്നു 1980-ൽ. 84-ലും 89-ലും 91-ലും നീലലോഹിതദാസൻ നാടാരും ചാൾസ് നാടാരും രണ്ടുപേരും ജയിച്ചു വന്ന, കോൺഗ്രസിന് വേണ്ടിയും ഒക്കെ ജയിച്ചു വന്ന മണ്ഡലത്തിൽ ആ ഒരു നറേറ്റീവ് മാറിയത് അതിനുശേഷമാണ്. വി.എസ്. ശിവകുമാർ വന്നപ്പോഴത്തേക്ക് മറ്റൊരു നറേറ്റീവായിട്ട്. ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പൊതുവെ വിദ്യാസമ്പന്നരാണെന്ന് പറയുമ്പോഴും അത് ഒരു പക്ഷേ ഈ ലോക്കൽ പ്രൈമോഡിയൽ ലോയൽറ്റീസ് നന്നായി വർക്ക് ചെയ്യുന്ന ഇടങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് നായർ വോട്ട്. നായർ വോട്ട് എന്ന നിർണായകമാണ്. 17% വരുന്ന നായർ കമ്മ്യൂണിറ്റി മണ്ഡലത്തിലെ ആ നായർ വോട്ടുകളുടെ ഒരു സിംഹഭാഗവും ഒരു നായർ കാൻഡിഡേറ്റ് വരുമ്പോൾ സ്വാഭാവികമായി വരുന്നു. അപ്പോൾ ഈ അടുത്ത സമയത്ത് വരുന്നത് ശശി തരൂർ എന്ന വിശ്വപൗരൻ, നായർ സമുദായത്തിൽപ്പെടുന്ന ആൾ കൂടിയാണ്. സ്വാഭാവികമായി കുമ്മനം രാജശേഖരൻ അതേ സമുദായത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ പോലും ഒരു വിശ്വപൗരനിലേക്ക് നായർ വോട്ടുകൾ കൺവേർജ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. ചില നിലപാടുകളുണ്ടായിരുന്നു, യഥാർത്ഥമായി ഒന്നും തന്നെയില്ല. അതൊരു മാറ്റം വരില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതിന് മാറ്റം വരും. ഇപ്പോൾ വിശ്വപൗരന് ബദലായി ദേശീയ പൗരൻ വന്നിരിക്കുന്നു, ഒരു വ്യവസായ പൗരൻ വന്നിരിക്കുന്നു. വരുത്താം, അത് വരുത്താം. എന്തുകൊണ്ട് മാറ്റം വരുന്നുകൂടാ? NSSന് പറഞ്ഞ് NSS ആസ്ഥാനത്തിരുന്ന് പെരുന്നയിലിരുന്നു കൊണ്ട് ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതുപോലെ അനുസരിക്കും കേരളത്തിലെ നായർ സമുദായ അംഗങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ സമുദായത്തിന് പുറത്തു നിന്ന് നോക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വെപ്പ് കൊടുത്ത് വോട്ട് ചെയ്യാനാവില്ല. ഇതൊരു ഓളമാണ്. ഇപ്പം തരൂറിനോടൊപ്പം തലപ്പൊക്കത്തിൽ നിൽക്കുന്ന, എന്നാൽ പുതിയ ജനറേഷൻ ആളുകളെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ കഴിയുന്ന രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ സമുദായത്തിൽപ്പെടുന്ന ആളാണ്. അതിൽ അഭിമാനിക്കുന്നു, രണ്ടുപേരിൽ അഭിമാനിക്കുന്നു. 3 പ്രാവശ്യം തരൂറിന് ചാൻസ് കൊടുത്തതാണ്. എന്തുകൊണ്ട് ഇപ്രാവശ്യം മാറി ചിന്തിച്ചുകൂടാ? കിട്ടുമെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയാണ്, എന്തുകൊണ്ടായിക്കൂടാ? ഇത് സ്വാഭാവികമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ നാടാർ സമുദായത്തിൻ്റെ വോട്ടുകൾ യഥാർത്ഥത്തിൽ വാങ്ങിയെടുക്കുന്ന, പൊതുവേ അത് ആകർഷിച്ചെടുക്കുന്ന, സ്വാംശീകരിച്ചെടുക്കുന്ന, പൂൾ ചെയ്തെടുക്കുന്ന വോട്ടുകളാണ്. അതാരാണോ ഏറ്റവും സമൃദ്ധമായി സമുദായ നേതാക്കന്മാരെയും VSDP മുതലായ സംഘടനകളെയും സമീപിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തികളെ, എല്ലാ കാര്യവും പുറത്തു പറയാൻ പറ്റില്ല, എല്ലാം പറയാനൊക്കില്ല. എങ്ങനെയാണ് സമാഹരിക്കുന്നത് എന്ന മെത്തേഡ് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതിൽ തരൂർ പുറകോട്ടല്ല. തരൂർ പരിണിതപ്രജ്ഞനാണ് അക്കാര്യത്തിൽ. പക്ഷേ അതിനേക്കാൾ പരിണിതപ്രജ്ഞനാണ് ബാംഗ്ലൂരിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണമെങ്കിൽ രാജ്യസഭാ സീറ്റ് തരാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ സൗത്ത് സീറ്റ് തരാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് തിരുവനന്തപുരം മതിയാകും എന്ന് പറഞ്ഞ് ശ്രീ നരേന്ദ്രമോദിയോട് ചോദിച്ചു വാങ്ങിയ സീറ്റാണ് തിരുവനന്തപുരം. അവിടെ ജയിച്ചു വരുന്നതിനൊരു കാൽപ്പനികതയുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. അത് മറ്റൊരു കാര്യമുണ്ട് ശ്രീജിത്ത്. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ കഴിഞ്ഞ തവണത്തെ ആ ഒരു വോട്ട് ഷെയർ എടുത്ത് നോക്കുമ്പോൾ ഈ തീരദേശ മേഖലയിലെ ഏതാണ്ട് ഒരു 35-40 ബൂത്തുകളിലെങ്ങാണ്ടോ BJPക്ക് 0 വോട്ടാണ് അല്ലേ? അപ്പോൾ അവിടെയാണ് ഇപ്പോൾ സാർ പറഞ്ഞ ഈ സ്ഥലങ്ങളിലേക്കാണ് രാജീവ് ചന്ദ്രശേഖരന് കടന്നു ചെല്ലേണ്ടതുള്ളത്. അതിന് ഈ ബാംഗ്ലൂരിൽ നിന്ന് നിയന്ത്രിച്ച ആ ഒരു സംവിധാനമുണ്ടോ? അങ്ങനെ ഒരു സംവിധാനം താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ആ സംവിധാനം ഇഫക്റ്റീവ് ആകുമോ എന്നുള്ളതാണ്. അപ്പോൾ സംവിധാനം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഒന്നും കാണാതെ ഈ കടൽ കിടക്കാനായിട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംവിധാനം ഉണ്ടാകും. പക്ഷേ ആ സംവിധാനം ഈ താഴെ തട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? താഴെ തട്ടിൽ നിന്ന് ഈ പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിലൊക്കെ ഒരാൾ രാവിലെ കുളിച്ച് റെഡിയായി പോയി ക്യൂ നിന്ന് പോയി ഒരു വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം താല്പര്യത്തോടു കൂടിയിട്ടാണ് അവർ പോവുക. കാരണം ഒരു ദിവസം പലപ്പോഴും അവരുടെ ജോലി മാറ്റി വെച്ചിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഇത് ചെയ്യുക. പലരും നിത്യത്തൊഴിലുകാരാണ്, അല്ലെങ്കിൽ അന്നത്തെ വേജസ് കിട്ടുന്ന ആൾക്കാരാണെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത്ര കൺവിക്ഷനുള്ള ഒരാളിന് മാത്രമേ അവർ വോട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ 0 വോട്ട് വീഴുന്ന ഒരു ബൂത്തിൽ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ടൊരു വോട്ട് വീഴണമെങ്കിൽ എത്ര ശക്തമായ ഒരു പ്രവർത്തനം അവിടെ നടന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരെ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ഈ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. പിന്നെ ഈ നായർ സമുദായത്തിൻ്റേത് പറഞ്ഞപ്പോൾ നമ്മുടെ സമുദായത്തിനൊരു രസകരമായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. അതായത് പലതും ആഫ്റ്റർ തോട്ടാണ്. ഇപ്പോൾ ശശി തരൂർ വന്നിരുന്ന സമയത്ത് ഡൽഹി നായരായിരുന്നു. നമ്മുടെ കേരള നായരായത് എത്ര കാലം കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ? അപ്പോൾ ആൾ കുറച്ച് വന്ന് പ്രൂവ് ചെയ്തൊക്കെ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ഒരുപക്ഷെ ബാംഗ്ലൂർ നായരായിരിക്കാം, നാളെ ഒരു കാലത്ത് ഈ കേരള നായരോ നല്ല നായരോ ഒക്കെ ആവാം എന്ന രീതിയിലത്തേക്ക് വരാം. അപ്പോൾ ഇതൊരു ആഫ്റ്റർ തോട്ടാണ്. നേരത്തെ സാർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് ആ കമ്മ്യൂണിറ്റിയുടെ മുകളിലിരിക്കുന്ന ആൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതുപോലെ ഇന്നടത്ത് വോട്ട് വീഴും എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ലിമിറ്റഡ് കമ്മ്യൂണിറ്റീസിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപക്ഷെ ഈ സാമുദായികമായിട്ടുള്ള ഇക്വേഷൻസിലേക്കൊക്കെ തന്നെ കൂടുതൽ വായിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം
പലപ്പോഴും ഈ സാമുദായികമായിട്ടുള്ള ഇക്വേഷൻസിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള പല അടിയൊഴുക്കുകളുമാണ് ഇതിനെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ടല്ലോ. ഈ 7-ൽ ഒരെണ്ണം മാത്രമാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ, കോവളം. ബാക്കി 6 LDF ആണ്. നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ വോട്ടല്ലേ എവിടെ പോകുന്നത്? ഞാൻ ചോദിക്കുന്നത്, കൺവെൻഷനലായിട്ട് തന്നെ ഇവിടെ വളരെ ശക്തി കേന്ദ്രമാക്കിയിട്ട് LDF കയ്യിൽ വെച്ചിരിക്കുക. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇതേപോലെ ഈ സീറ്റ് പോവുകയാണ് എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ CPM-ൻ്റെ വോട്ട്, CPM-ൻ്റെ അനുഭാവികളാകാം, പ്രവർത്തകരാകാം, പക്ഷേ അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. അതല്ല എങ്കിൽ ചുരുങ്ങിയത് ഇവരുടെ സ്ഥാനാർത്ഥി രണ്ടാമതെങ്കിലും വരണം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബെനറ്റ് എബ്രഹാം എന്ന് പറയുന്നത് പോലെ കേട്ടിട്ടില്ലാത്ത ആൾക്കാർ, സി ദിവാകരൻ വരുന്ന സമയത്തും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പന്നിൻ രവീന്ദ്രൻ വരുന്നു. പക്ഷേ പ്രചാരണത്തിന്റെ കാര്യം നോക്കുമ്പോൾ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് അദ്ദേഹം ചിത്രത്തിലേ ഇല്ലാത്ത സ്ഥാനാർത്ഥി. ഞാൻ ചോദിക്കുന്നത് ചിത്രത്തിലേ വരുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിയമസഭയിൽ 7-ൽ 6 കിട്ടുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ലോക്സഭയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി മൂന്നാമതായി പോകുന്നത്? എന്തുകൊണ്ടാണ്? ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം AICC-യിൽ വലിയ സ്വീകാരനല്ലെന്ന് നമുക്കറിയാം. കേരളത്തിലെ നേതാക്കളുടെ ഇടയിൽ വലിയ സ്വീകാരനല്ല. തിരുവനന്തപുരത്ത് മാത്രമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത ഇവിടെ നിന്നാണ്. ഞാൻ ചോദിക്കുന്നത്, CPM എന്തുകൊണ്ട് ഈ സീറ്റ് CPI-യിൽ നിന്ന് വാങ്ങിയിട്ട് CPM-ൻ്റെ കാൻഡിഡേറ്റിനെ നിർത്തുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഈ വോട്ടെല്ലാം അവിടെ വീഴുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJP എന്ന് പറയുന്ന ഒരു ലാർജർ ത്രെട്ടിനെ മറികടക്കുന്നതിന് ശശി തരൂർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആൾ കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത CPM-ൻ്റെ അനുഭാവികളിലെങ്കിലും ഉള്ളതുകൊണ്ടാവാം ഒരുപക്ഷെ തരൂർ ഇവിടെ ജയിക്കുന്നത്. എന്ന് വെച്ചാൽ അനുഭാവികൾ BJP വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമാണ് തരൂരിന്. അല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന മതജാതി വിഭാഗങ്ങളുടെ ഒക്കെ വോട്ടുകൾ ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള താങ്കൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്, അതിനെ മറികടക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബാംഗ്ലൂരിൽ ഇരുന്നിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് അതിശക്തമായ രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്നുണ്ടോ, അത് പ്രവർത്തിച്ചതിന് ശേഷം ഓർഗാനിക്കായിട്ട് എത്ര പേരെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ശശി തരൂരിനെ ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ വിശ്വപൗരൻ, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മലയാളം പറയുന്നയാൾ, വളരെ വലിയ രീതിയിലുള്ള റെക്കഗ്നീഷൻ ഉണ്ടായിരിക്കുന്നയാൾ, അങ്ങനെ ഒരു വലിയ പ്രൊഫൈൽ, ഒരു വലിയ സ്റ്റേറ്റ്സ്മാൻ എന്ന രീതിയിലത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടയാളാണ്. ആ ആളിനെ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. കൺവെൻഷനലായിട്ട് നമ്മൾ നീലജ്യോതിദാസ് നാളെ ജയിപ്പിച്ചിരുന്ന, K. ചാൾസിനെ ജയിപ്പിച്ചിരുന്ന, PK വാസുദേവൻ നായർ, ഇങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ ജയിപ്പിച്ചിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ നമ്മളുടെ ആ ഒരു ഫാൻസീസിന് ചേരുന്ന ഒരാളായി. ശരി, അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം 15 വർഷമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖറും നേരത്തെ 2009-ൽ ശശി തരൂർ എന്തെല്ലാമായിരുന്നോ അതെല്ലാമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ ഒരു അദ്ദേഹം കെട്ടിയിറക്ക സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലേക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തരൂരിനെ ഇവിടെ സ്വീകരിച്ചതാണ്.